മാംഗോ ഹൽവ കഴിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച അമ്മച്ചമ്മ മാംഗോ ഹൽവ ഉണ്ടാക്കുന്നത്. നമ്മുടെ മുറ്റത്തെ മാവിൽ മാങ്ങയാണ് കേട്ടോ. ടേസ്റ്റ് നോക്കാനാണെന്നും പറഞ്ഞ് കുറച്ച് കഴിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോഴേക്കും ഹൽവ റെഡി. എൻ്റെ റൂമിലെ ജനലിൻ്റെ സൈഡിൽ പോത്തോസിന് ചെറിയൊരു വാട്ടം. നോക്കുമ്പോൾ ഏതോ വിരുദ്ധം കൂട് വെച്ചിട്ടുണ്ട്. കൈയോടെ പൊക്കി. പിന്നെ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. നോക്കുമ്പോൾ കീരികൾ പോകുന്നു. കുറച്ച് നാൾ മുൻപ് വരെ എനിക്കും അവർക്ക് എന്നെയും ലേശം പേടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഹൂ കെയർസ് എന്ന മൈൻഡ് സെറ്റാണ്. പച്ചക്കറി തൈയൊക്കെ നട്ട സ്ഥലം എത്തിയപ്പോൾ രണ്ടുപേരും ബ്രേക്ക് ഇട്ട പോലെ ഒരു നിൽപ്പ്. അപ്പോൾ ഞാൻ ഓടിക്കോ എന്ന് പറഞ്ഞു. അനുസരണയുള്ളവരാ കേട്ടോ. വീടിൻ്റെ മുറ്റത്ത് വടക്ക് വശത്ത് ഒടുക്കത്തെ വെയിലും തെക്ക് വശത്ത് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നല്ല തണലാണ്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് കാറ്റും കൊണ്ടൊക്കെ ഇരിക്കും. നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ മാവിലെ പോത്തോസൊക്കെ മാറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരുകൾ കുറേയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി അമ്മച്ചമ്മ സമ്മതിച്ചില്ലായിരുന്നു. അതിൽ പൊട്ടിക്കിളെടുത്ത് വീണ്ടും വരുന്നുണ്ട്. ഭംഗി കാരണം എനിക്ക് മാറ്റാനും തോന്നിയില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോട്ടിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് വെക്കുന്ന ഏർപ്പാട് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ മെയിൻ പ്ലാന്റിന് കേടില്ലാത്ത രീതിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സൊക്കെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്പേസിൽ വെച്ച് കൊടുക്കുമ്പോൾ അതൊക്കെ വളരെ നല്ല ബുഷിയായിട്ട് നിൽക്കും. കാണാൻ നല്ല രസമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.